തമിഴ് ജനം ന്യൂസിനെതിരെ പ്രതികാര നടപടിയുമായി തമിഴ്നാട്ടിലെ വിജയ് സർക്കാർ കേബിൾ നെറ്റ്വർക്കിൽ തമിഴ് ജനത്തിന് വിലക്കേർപ്പെടുത്തി. തമിഴ് ജനം, പോളിമർ ന്യൂസ്, ന്യൂസ് തമിഴ് TV 24/7 എന്നീ ചാനലുകൾക്കാണ് വിലക്കേർപ്പെടുത്തിയത്. സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ വർദ്ധിച്ചതും പവർ കട്ട് പ്രശ്നങ്ങളും അടക്കമുള്ള ജനകീയ പ്രശ്നങ്ങൾ പൊതുശ്രദ്ധയിൽ എത്തിച്ചതിന് പിന്നാലെയാണ് പ്രതികാര നടപടി ഉണ്ടാകുന്നത്. വിവരങ്ങളുമായി ഐസൺ ജോസ് ചേരുന്നു. ഐസൺ, നമ്മൾ ഈ പലയിടത്തും ഈ മാധ്യമ വിലക്കെന്നൊക്കെ കേട്ടിട്ടേ ഉള്ളൂ, പക്ഷേ തമിഴ്നാട്ടിലെ പുതിയ സർക്കാർ അത് അക്ഷരം പ്രതി ഇപ്പോൾ നടപ്പിലാക്കുകയാണ് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. എന്തൊക്കെയാണ് വിവരങ്ങൾ, ഐസൺ? തീർച്ചയായും പ്രജിത്ത്, ഇപ്പോൾ പ്രജിത്ത് തന്നെ സൂചിപ്പിച്ചതുപോലെ ഈ മാധ്യമ സ്ഥാപനത്തിന്, അതായത് മാധ്യമ നെറ്റ്വർക്ക് സ്ഥാപനത്തിന്, കേബിൾ ഓപ്പറേറ്റർ സ്ഥാപനത്തിന് സെറ്റ് ടോപ്പ് ബോക്സുമായി ബന്ധപ്പെട്ട എന്തോ ഡ്യൂസ് ഉണ്ട് എന്ന ഒരു പേരിലാണ് ഇത്തരത്തിലൊരു നടപടിയിലേക്ക് നീങ്ങിയിരിക്കുന്നത്. ഇത്തരം ഒരു നടപടി പക്ഷേ ബാധകമാക്കിയിരിക്കുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ പോളിമർ ന്യൂസ്, അതുപോലെ തന്നെ ന്യൂസ് തമിഴ് 24/7, അതുപോലെ തമിഴ് ജനം എന്നീ 3 ചാനലുകൾക്കാണ്. അത് ഗൗരവമേറിയ ഒരു വിഷയമായി മാറുന്നത് ഈ 3 ചാനലുകളും തമിഴ്നാട്ടിലെ ജനകീയ വിഷയങ്ങളെ ശക്തമായി കൈകാര്യം ചെയ്യുന്ന ഒരു നിലപാട് ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ സ്വീകരിച്ചിരുന്നു. നമുക്കറിയാവുന്നതാണ് സ്ത്രീകൾക്കെതിരെ ഉണ്ടാവുന്ന അതിക്രമങ്ങൾ, അതുപോലെ തന്നെ പവർ കട്ട് പോലുള്ള പ്രശ്നങ്ങൾ, അത്തരത്തിലുള്ള വിവിധങ്ങളായ ജനകീയ പ്രശ്നങ്ങളെ കാര്യമായി കൈകാര്യം ചെയ്ത 3 ചാനലുകൾക്ക് നേരെയാണ് ഈ നടപടി ഉണ്ടായിരിക്കുന്നത് എന്നതും വ്യക്തമാണ്. പക്ഷേ ഇതിനെ ഒരു കൃത്യമായ ന്യായീകരണം നൽകുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. തങ്ങളുടെ കയ്യിലുള്ള ഒരു പശ്ചാത്തല നിയന്ത്രണ സൗകര്യങ്ങൾ ഉപയോഗിച്ച് അതിനെ നിയന്ത്രിക്കാനുള്ള ഒരു നീക്കമാണ് നടത്തിയിരിക്കുന്നത്. അത് സ്വാഭാവികമായും ഇത്തരത്തിൽ ഒരു സംസ്ഥാന സർക്കാരിനെ മാധ്യമങ്ങളെ നിയന്ത്രിക്കുന്നതിനുള്ള സംവിധാനമില്ല. കാരണം അത് ദേശീയ സംവിധാനത്തിന്റെ ഭാഗമായുള്ള ബ്രോഡ്കാസ്റ്റിംഗ് നിയമത്തിന്റെ പരിധിയിൽ വരുന്ന ഒരു കാര്യമായതുകൊണ്ട് തന്നെ അക്കാര്യത്തിൽ ഒരു നിലപാട് കൃത്യമായും സ്വീകരിക്കാനുള്ള ഒരു സാഹചര്യം ഇവർക്കില്ല എന്നൊരു യാഥാർത്ഥ്യം കൂടിയുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിൽ ഇത്തരം ഒരു നടപടി സ്വീകരിച്ചിരിക്കുന്നത് ഒരു പ്രതികാര നടപടിയുടെ ഭാഗമായി തന്നെയാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതീവ ഗൗരവമേറിയ ജനകീയ പ്രശ്നങ്ങളിൽ നിന്നും ജനങ്ങളുടെ ശ്രദ്ധ മാറ്റുന്നതിന് വേണ്ടിയുള്ള ഒരു മുൻവിധിയോടെയുള്ള ഒരു നീക്കത്തിന്റെ ഭാഗമായാണ് ഈ നടപടി എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വിവിധ രാഷ്ട്രീയ നേതാക്കൾ ഉൾപ്പെടെ, അണ്ണാമലൈ ഉൾപ്പെടെയുള്ളവർ ഇതിനെതിരെ ശക്തമായ പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാനും സാധിക്കുന്നത്. എന്ത് തന്നെയായാലും TVK സർക്കാരിന്റെ ഇത്തരത്തിലുള്ള അധികാര ദുർവിനിയോഗ പ്രവർത്തനങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട മാധ്യമ രംഗത്തേക്ക് ഉള്ള കടന്നുകയറ്റമായി ഇതിനെ കണക്കാക്കാനും സാധിക്കുന്നുണ്ട്. ഇതിന്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്, ഇപ്പോൾ സാധാരണഗതിയിൽ കേന്ദ്ര സർക്കാർ ഒരു വിലക്ക് ഏർപ്പെടുത്തുന്നത് പോലെയല്ല. തമിഴ്നാട്ടിൽ ഈ അറസ് നെറ്റ്വർക്ക് എന്ന് പറയുന്നത്, ഈ അവരുടെ ഈ കേബിൾ TV നെറ്റ്വർക്കൊക്കെ അതിന്റെ ഒരു സർക്കാർ സംവിധാനമാണ്. അത് വലിയ രീതിയിൽ തമിഴ്നാട്ടിലെ ഏതാണ്ട് എല്ലാ മേഖലകളിലും അതിന് ഇതുകൊണ്ട് ഒരു ജനങ്ങളിലേക്ക് എത്തുന്ന സംവിധാനമാണ്. അപ്പോൾ ആ കേബിൾ നെറ്റ്വർക്കിൽ ഈ ചാനലിന് പ്രവേശനം നൽകിയില്ല എങ്കിൽ അത് ആ ചാനലിൻ്റെ മൊത്തത്തിലുള്ള ഈ പ്രേക്ഷകരെ അടക്കം ബാധിക്കും. പ്രത്യേകിച്ച് ഒരു തരത്തിലും ജനങ്ങളിലേക്ക് എത്താൻ, ഈ ചാനൽ ആ പ്രാദേശിക തലത്തിലൊക്കെ എത്താൻ കഴിയാത്തൊരവസ്ഥ ഉണ്ടാകും. അപ്പോൾ സ്വാഭാവികമായും സർക്കാരിനെതിരായ വാർത്തകൾ, അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ TVK സർക്കാർ അധികാരത്തിലെത്തിയതിനു ശേഷം തമിഴ്നാടിൻ്റെ ചരിത്രത്തിലില്ലാത്ത വിധം സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ വർദ്ധിച്ചു എന്നുള്ള വാർത്ത പുറത്തു കൊണ്ടുവന്നത് ജനം TVയുടെ തന്നെ തമിഴ് രൂപമായിട്ടുള്ള തമിഴ് ജനം ന്യൂസാണ്. അപ്പോൾ സ്വാഭാവികമായും സർക്കാരിനെ വലിയ രീതിയിൽ പ്രതിസന്ധിയിലാക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുമ്പോൾ, അത് ജനങ്ങളത് മനസ്സിലാക്കുമ്പോൾ, ഒരു പുതിയ സർക്കാരായിട്ട് കൂടി ആ സർക്കാരിൻ്റെ ഭരണസമയത്ത് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ള യാഥാർത്ഥ്യം വിളിച്ചു പറയുന്നതാണോ ഇവരെ ഇത്തരത്തിൽ പ്രകോപിപ്പിക്കുന്നത്, ഐസൺ? തീർച്ചയായും ഇതൊക്കെ തന്നെയാണ്. അതായത് ഭരണത്തിനെതിരായ ശബ്ദമായി മാറുക എന്ന മാധ്യമങ്ങളുടെ ഏറ്റവും ആത്യന്തികമായ ഉത്തരവാദിത്വത്തെ കൃത്യമായി നിർവഹിക്കാനുള്ള ഒരു നിലപാട് തീർച്ചയായും ഈ 3 ചാനലുകളുടെ ഭാഗത്തു നിന്നുണ്ടാകുമ്പോൾ അതിനെ സ്വാഭാവികമായും നിയന്ത്രിക്കുന്നതിനുള്ള നീക്കങ്ങൾ നടത്തുക എന്നത് സ്വാഭാവികമായും ഒരു ഭരണകൂടത്തിന്റെ നിക്ഷിപ്ത താല്പര്യങ്ങൾക്ക് വിധേയമായി പ്രവർത്തിക്കുമ്പോൾ സ്വാഭാവികമായും ഉണ്ടാകുന്നതാണ്. ഈ ഒരു നീക്കം തന്നെയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. പ്രജീത് സൂചിപ്പിച്ചതുപോലെ മാധ്യമങ്ങൾക്ക് മൂക്കുകയറിടുക, അതുവഴി ഇത്തരത്തിലൊരു മൂക്കുകയറിടാനുള്ള സാധ്യത തങ്ങൾക്കുണ്ട് എന്ന ഒരു ഭീഷണിയുടെ സ്വരത്തിൽ മുന്നറിയിപ്പ് നൽകുകയും ചെയ്യുന്നതിന് പിന്നാലെ സ്വാഭാവികമായും ഇത്തരത്തിലുള്ള നീക്കങ്ങളിൽ നിന്ന്, അല്ലെങ്കിൽ ഈ നടപടികളിൽ നിന്ന്, അല്ലെങ്കിൽ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്ന ജനകീയ വിഷയങ്ങളെ ജനങ്ങൾക്ക് മുമ്പിൽ എത്തിക്കുന്ന ഒരു നിലപാട് സ്വീകരിക്കുന്ന മാധ്യമങ്ങൾ അതിൽ നിന്നും പിന്തിരിയുമെന്ന ഒരു തെറ്റായ ധാരണയാണ് ഇതിനൊക്കെ പിന്നിലുള്ളത്. അത്തരത്തിലുള്ള നീക്കങ്ങളൊന്നും നിലവിൽ ഇതുവരെ ഒരു മാധ്യമങ്ങൾക്ക് നേരെയും നടപ്പിലാക്കാൻ സാധിക്കുകയോ അല്ലെങ്കിൽ അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ സാധിക്കുകയോ ചെയ്ത ചരിത്രം സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇല്ല എന്നതൊരു യാഥാർത്ഥ്യമാണ്. മാത്രമല്ല മറ്റൊരു നിർണായക വിഷയം കൂടിയുള്ളത്, കേന്ദ്ര സർക്കാരൊക്കെ ഇടപെടുന്നത് ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് മിനിസ്ട്രിയുടെ ഭാഗമായുള്ള ചില ദേശീയ വിഷയങ്ങൾ, അതായത് രാജ്യസുരക്ഷയെ ബാധിക്കുന്ന വിഷയങ്ങളും അതുപോലെ ഏറ്റവും നിർണായകമായ വിഷയങ്ങളിൽ മാത്രമാണ് കേന്ദ്ര സർക്കാരിന് പോലും ഇത്തരത്തിൽ മാധ്യമങ്ങളെ നിയന്ത്രിക്കാൻ ഇടപെടാൻ സാധിക്കുക എന്നൊരു യാഥാർത്ഥ്യം കൂടി നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലൊരു നീക്കം നടത്തുന്നത് ഈ കേബിൾ സംവിധാനങ്ങളുടെ ഭാഗമായ നെറ്റ്വർക്കിനെ കട്ട് ചെയ്യുമെന്ന ഒരു മുന്നറിയിപ്പ് നൽകി തങ്ങളുടെ വാർത്തകൾ തങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് മാറ്റിമറിക്കുക എന്ന ഒരു ഭരണകൂട അധികാര നിയന്ത്രണത്തിന്റെ ഒരു ഭാഗമായി തന്നെയാണ് കണക്കാക്കേണ്ടത്. എന്തായാലും
ഐസൺ ഇതൊരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. കാരണം കേരളത്തിൽ ജനം ടി വി ആണ് ദേശീയതയുടെ ശബ്ദമായി ആദ്യമായി ഇവിടെ ഒരു വാർത്താ ചാനലായി മാറുന്നതും ജനങ്ങളിലേക്ക് എത്തുന്നതും. സമാനമായിട്ടുള്ള ദൗത്യം തമിഴ്നാട്ടിൽ വഹിക്കുന്ന മാധ്യമ സ്ഥാപനമാണ് തമിഴ് ജനം ന്യൂസ്. ആ ചാനൽ സ്വീകരിക്കുന്ന നിലപാടുകൾ, പ്രത്യേകിച്ച് ജനകീയ വിഷയങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് പോകുമ്പോൾ അതിനെതിരെയാണ് ഇപ്പോൾ അവിടുത്തെ TV-ക്ക് സർക്കാർ രംഗത്ത് വന്നിരിക്കുന്നത്. അങ്ങനെ പ്രവർത്തിക്കാൻ അനുവദിക്കാതെ തടസ്സപ്പെടുത്തി കളയുമെന്നുള്ളതാണ് ഭീഷണി. ആ ഭീഷണി എത്രത്തോളം അതിനെ നേരിടാൻ ആ ചാനലിൽ കഴിയുകയും ചെയ്യും. ഇതിലും വലിയ കാര്യങ്ങളൊക്കെ കണ്ടിട്ടുള്ള സംവിധാനവുമാണ്.